പിന്നെ നമ്മളെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ചെറിയൊരു വാട്ടർ പമ്പ് അല്ല, സ്കൂട്ടറൊക്കെ കഴുകുന്ന ചെറിയൊരു പമ്പ് മേടിച്ചേ, കാർ വാഷ് പോലത്തെ. അപ്പം അതിൻ്റെ ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അൺബോക്സിങ് വീഡിയോ അല്ല, സാധനം എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു ഓസ്, പിന്നെ ഫിൽറ്റർ, അങ്ങനെ എന്തൊക്കെയുണ്ട് നമുക്ക് പോയി നോക്കാം കേട്ടോ. കപ്ലിങ്സ്, ഇതാണ് അവരുടെ പ്രോഡക്റ്റ്, ഇതാണേ. അപ്പോൾ അതിന് 2 ബാറ്ററി, ഇതുപോലെ 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററി, ഇത് ചാർജർ, പിന്നെ ഇത് ഷാമ്പു കഴുകാൻ വേണ്ടിയിട്ട് ഷാമ്പു ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റ നോസിലാണ്. നോസിലിൽ പല ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഉണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ സാധനം പവർ നോക്കിയിട്ട്, നമുക്ക് പവർ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് പിടിപ്പിച്ച് നോക്കാം. ബാറ്ററി ആദ്യം ഒരെണ്ണം എടുക്കാം കേട്ടോ. ബാറ്ററിയൊക്കെ സിമ്പിളായിട്ട് അത് ഇങ്ങനെ ഇത്രേ ഉള്ളൂ. ഡ്രില്ലിങ് മെഷീൻ്റെ വെച്ച. പിന്നെ അത് നോസിലാണ്. നോസിൽ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കുറച്ച് സെറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫിൽറ്റർ കേട്ടോ. ഫിൽറ്റർ അവിടെ ഇരിക്കട്ടെ. പിന്നെ മാനുവലുണ്ട്. മാനുവൽ ജസ്റ്റ് കാറൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിയാറില്ല. മാനുവലല്ലോ, സർട്ടിഫിക്കറ്റ് ആട്ടോ. സോറി, മാനുവലൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ മാനുവലാണ് ഇതിൻ്റെ മാനുവൽ. ഈ മെഷീനിലേക്ക് ഇത് ആദ്യം ഈ സാധനം ഇങ്ങനെ തിരിച്ചു പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്കാണ് നമ്മുടെ ഈ സാധനം ഈ നോസിൽ പിടിപ്പിക്കുന്നത്. തള്ളി കയറ്റിയിട്ടാൽ മതി. എന്നിട്ട് ഇത് തള്ളി കയറ്റിയിട്ട് ഒന്ന് തിരിച്ചാൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ. എന്താ ഓക്കെ, അത് സെറ്റ്. ഇനി അടുത്ത സംഭവം ഇനി എങ്ങനെ പിടിപ്പിക്കും. ഇനി ഉണ്ട് 2 പീസ്. ഇപ്പം നമ്മുടെ ഓസ് അത്ര ലെങ്തി എന്ന് വെച്ചാൽ ഒത്തിരി ലെങ്തി ഉണ്ട്. ഒരു എന്തൊരു ലെങ്ത് ഉണ്ടെന്ന് അറിയത്തില്ല. അത് നമ്മുടെ ഫിൽറ്റർ ആയിട്ട് ആദ്യം കാണിച്ചിരിക്കണം. ഒന്ന് ഫിൽറ്റർ ഇതെല്ലാം 2 സെയിം ആണ് കേട്ടോ. നമുക്കിപ്പോൾ തള്ളി കയറ്റണം. ചൂടാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തള്ളി കയറ്റിയാൽ മതി. അപ്പം ഇനി നമ്മൾ മറ്റേ തല എടുത്തിട്ടുണ്ടല്ലോ, ഇതാ ഇങ്ങനെ ഇത് ഇതിലേക്ക് കയറ്റിയിടണേ. കയറ്റിയിട്ടിട്ട് ഇതിൻ്റെ ഈ നോസിലേക്ക് അടുത്തത് ചൂടാക്കി കയറ്റേണ്ടി വരും. ഞങ്ങളിത് ഓൺലൈനിൽ മേടിച്ചത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ചൂടാക്കി കയറ്റാത്തത് കേട്ടോ. പവർ നോക്കിയിട്ട് മാത്രമേ നമ്മൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. എന്നിട്ട് ഇത് വെച്ചിട്ട് എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പം ഊരിപ്പോകത്തൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പ്ലക്ക്. ഇതിൻ്റെ ഇതാണ് ഷാമ്പൂ ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ജസ്റ്റ് പവർ ഒന്നും ഞാൻ നോക്കാം. നിങ്ങൾ ജസ്റ്റ് കപ്പിലായിട്ട് എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ വെള്ളം പവർ കാണാമല്ലോ. ഇത് മുങ്ങി കിടക്കാൻ എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും അത് കെട്ടി തൂക്കിയിട്ടാലേ കേട്ടോ. 0, 15, 25, 40. ഇപ്പോൾ 0 ടൈപ്പിൽ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്തോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 0-ലാട്ടോ ഇടുന്നത്. വേറെ കയറി നിൽക്കുവാണേ. വേറെ ഉണ്ടോന്നാ കേട്ടോ. ഇനി 0 വേറെയാണ്. ഇത് നമുക്ക് മാനത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്തിപ്പെടുത്താത്ത സ്ഥലത്ത് അടിക്കാൻ വേണ്ടിയല്ല, പക്ഷെ പവർ ഇട്ടില്ല. അതുകൊണ്ടാ. മറ്റേ ഇടയ്ക്ക് പവറുണ്ട്.
നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ആയിരുന്നു കേട്ടോ. നമുക്ക് ഇതിനാണ് പവർ വേണ്ടത്, ഈ പോയിന്റിന്. കേട്ടോ വെള്ളം കയറി വന്നാലേ പവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമായത്തേക്കും നമുക്കിതിൻ്റെ നല്ലൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതി നമ്മളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഷാമ്പു ഒക്കെ ഓൺലൈനിൽ തന്നെ മേടി ഷാമ്പു. അപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ പതപ്പിച്ച് വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്ത് വണ്ടി അടിപൊളിയാക്കി കുട്ടപ്പനാക്കി എടുക്കാറോ എന്ന് കരുതിയാണ് നടന്നത്. പക്ഷേ പണി ഇപ്പം പാളിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ പാളി. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഒന്ന് എടുത്ത് പിടിപ്പിച്ച് അത് നന്നായിട്ട് ഫോമൊക്കെ ചെയ്ത് ഞാൻ അതിൽ വെള്ളം ശരിക്കും ഒഴിക്കണ്ടായിരുന്നു, ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചിട്ട് അതിലേക്ക് ട്യൂബൊക്കെ ഇട്ട് അടിച്ച് നന്നായിട്ട് പതപ്പിച്ച് വണ്ടി മൊത്തം ഷാമ്പൂവിൽ കുളിപ്പിച്ച് നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി മറ്റേ നോസിലെടുത്ത് പിടിപ്പിച്ച്. അപ്പോൾ ഇടയ്ക്ക് ചെറിയ മിസ്സിങ് കാണിക്കുന്നുണ്ട്, വെള്ളം സ്പ്രേ ഉണ്ട്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ പവറി വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നിന്ന് പോകണം കണ്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, നമ്മൾ പിടിപ്പിച്ചതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും കരുതി. അപ്പം നമ്മൾ ഇനി കുറേ നേരം കഴിഞ്ഞിട്ട് ഫോമിൻ്റെ ഇതൊക്കെ ഒന്ന് ഊർന്ന് ചുളിയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചീറ്റിച്ചേക്കാമെന്ന് കരുതിയപ്പോഴത്തേക്കും ആദ്യം നല്ല സ്പീഡിലേക്ക് അടിപൊളിയായിട്ട് ചീറ്റി വന്നു. പിന്നെ അങ്ങ് നിന്നു പോയി ഇതുപോലെ വരും. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റേഷൻ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആദ്യം തുടക്കത്തിൽ മാത്രമേ അങ്ങനെ വന്നുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ നോസിലിങ്ങനെ മാറ്റി ഇട്ട് നോക്കി, അതും ആ തുടക്കത്തിലൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് വരും. പിന്നെ അങ്ങ് നിന്നു പോകും കേട്ടോ. നിന്നു പോകുന്ന വെച്ചാൽ ഒട്ടും ഇല്ലാണ്ട് മോട്ടർ പ്രവർത്തിക്കും, പക്ഷേ ഇങ്ങനെ വെള്ളം നൂല് പോലെ വരുന്ന രീതിയിലാണ് അത് നമുക്ക് ഇതായിപ്പോയി. പക്ഷെ സംഭവം നല്ല സാധനമായിരുന്നു. തുടക്കത്തിൽ കണ്ടോ ഇത്രയും നന്നായിട്ട് വരും. പിന്നെ അങ്ങ് സ്പ്രേക്ക് ഇതുണ്ടോ അവിടെ കണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷെ എന്തായാലും നമ്മളിത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ചില സാധനങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ കൈ കിട്ടുന്ന പ്രോഡക്റ്റുകളായിരിക്കും മോശമാവുന്നത്. അത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ അതിനകത്ത് ഇഷ്യൂ, മോട്ടറിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. ഓസൊന്നും മടങ്ങിയും കിടപ്പില്ലായിരുന്നു. ഇനി ഫുഡ് വാൽവിൻ്റെ ആണോയെന്ന് കരുതി ഞാൻ മറ്റേ ഫിൽറ്ററൊക്കെ ഊരി വെച്ചിട്ട് വെള്ളം ഓസിലൂടെ തന്നെ കയറ്റിയപ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത് ഉണ്ടോ. ഇനി ഇത് വണ്ടി മൊത്തം സോപ്പ് പതയെ നിൽക്കുമായിരുന്നു. അവസാനം ബക്കറ്റിലെ വെള്ളം എടുത്ത് നേരെ കമഴ്ത്തി വണ്ടി കഴുകി പോവുകയാണ് ചെയ്തത് കേട്ടോ. രാവിലെയാണ് പറ്റിയത്. രാത്രി തന്നെ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി തന്നെ ഇതെന്താ കരട് വല്ലതും കയറിയതാണോ, പക്ഷേ കരടൊന്നും കയറിയതൊന്നും അല്ലായിരുന്നു. ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ സംഭവം വേണേ മാറ്റി മേടിക്കാനൊരു ഓപ്ഷൻ ഞാൻ മുതിർന്നില്ല. കാരണം ഇനിയും പറ്റിച്ചു പോയാലോ എന്ന് കരുതി. പറ്റിച്ചു പോയതല്ല, കേടുകൾ കൊള്ളുന്ന സാധനങ്ങളെ തരുന്നതെങ്കിൽ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത് നേരെ റിട്ടേൺ വിടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കിത് വറുത്തെല്ലാം തോന്നിയപ്പോൾ നമ്മൾ നേരെ ഇത് റിട്ടേൺ വിടുക കേട്ടോ. ഞാൻ ആർക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.